വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ആൽക്കമി ട്യൂഷൻസിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് MCH 021-ൻ്റെ കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന പോർഷനിൽ നിന്നാണ്. അതിൻ്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് പോളിമേഴ്സ് ആണ്. ഈ പോളിമേഴ്സിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു പോളിമേഴ്സ് ആണ്. അപ്പോൾ ബ്ലോക്ക് 1 എന്ന് പറയുന്ന പോളിമേഴ്സ് ആണ്. അതിൽ പോളിമേഴ്സിനെ പറ്റി കൂടുതൽ പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ടു പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ പല പോളിമേഴ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോയാലോ. ഫസ്റ്റ് പോളിമേഴ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്താണ് പോളിമേഴ്സ് എന്ന് പറയുന്നത്? പോളിമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മോണോമേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ടുണ്ടാവുന്ന ഒരു 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 എന്താണ് ഒരു കൂട്ടായ്മ, ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ പോളിമർ എന്ന് പൊതുവെ പറയുന്നത്. ഈ പോളിമേഴ്സിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിപ്പോൾ പോളിമറിൻ്റെ ഒറിജിൻ വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പോളിമറിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ടോ അതുമല്ല എന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് പോളിമർ ആണ് എന്നുള്ളതിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ പോളിമറിൻ്റെ മെക്കാനിസം വെച്ചിട്ടോ, എങ്ങനെയാണ് ആ പോളിമർ ഫോം ചെയ്യുന്നത് അതിൻ്റെ മെക്കാനിസം വെച്ചിട്ടോ, ക്രിസ്റ്റലൈനിറ്റി വെച്ചിട്ടോ, തേർമൽ ബിഹേവിയർ വെച്ചിട്ടോ, അല്ലെങ്കിൽ അവരുടെ അവസാനം അവരുടെ എൻഡ് പ്രോഡക്റ്റിൻ്റെ യൂസ് ഉണ്ടല്ലോ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടോ, ഇല്ലെങ്കിൽ ഇതിൻ്റെ പ്രിപ്പറേഷനുള്ള മെത്തേഡ് വെച്ചിട്ടോ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് പോളിമേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഓരോ രീതിയിലും ഓരോ തരത്തിലാണ് നമ്മൾ പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ടോട്ടലായിട്ട് 1 2 3 4 5 6 7 8 രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആ 8 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒറിജിൻ അനുസരിച്ച് എങ്ങനെയാണ് അത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് നാച്ചുറൽ പോളിമർ. നാച്ചുറൽ പോളിമർ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെയാണ് നാച്ചുറൽ പോളിമർ എന്ന് പറയുന്നത്. പോളിമർ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തിൽ നിന്നാണ്? നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൽ നിന്നും മെറ്റീരിയൽസിൽ നിന്നും ആണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് എടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറയുന്നു. എക്സാമ്പിൾ കോട്ടൺ, വൂൾ, സിൽക്ക്, റബ്ബർ, ഇതൊക്കെ നാച്ചുറൽ പോളിമർ ആണ്. സിന്തറ്റിക് പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? സിന്തറ്റിക് പോളിമർ എന്ന് പറയുമ്പോൾ എന്താണ്? ഓൺ ദി അതർ ഹാൻഡ് സിന്തസൈസ് ചെയ്യുന്നത് ആരാണ്? ഹ്യൂമൻ ആണ്, മനുഷ്യനാണ് സിന്തസൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കോമൺ എക്സാമ്പിൾ എന്ന് പറയുന്നത് പോളിയെത്തിലിനും PVC-യും നൈലോണും ഒക്കെയാണ്. ഓക്കെ, ഇത് സിമ്പിളായിട്ടുള്ള സാധനമാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സാധനങ്ങളാണ്. നെക്സ്റ്റ് കംസ് സ്ട്രക്ചർ നമ്മൾ കുറച്ചുകൂടി കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. അതായത് സ്ട്രക്ചറിൻ്റെ ബേസിസിൽ നമ്മൾ 3ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ലീനിയർ ചെയിൻ പോളിമർ ആണ്. ലീനിയർ ചെയിൻ പോളിമർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്തില്ല, ബ്രാഞ്ചസ് ഒന്നും ഇല്ലാതെ സ്ട്രെയിറ്റ് ലൈനോ അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുകയോ ചെയ്യുന്ന ഒരു ചെയിനാണ് എന്തെന്ന് പറയുന്നത്? ലീനിയർ ചെയിൻ പോളിമർ എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ താഴെ ഇങ്ങനെ ഫിഗറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പോളിയെത്തിലിൻ, പോളി അക്രിലോ നൈട്രൈൽ, പോളിമീഥൈൽ മീഥാക്രൈലൈറ്റ്, ഇങ്ങനെ പല രീതിയിൽ ഉള്ള കോമ്പൗണ്ട്സ് ഉണ്ട് ലീനിയർ ചെയിൻ പോളിമറിൽ. ഇനി ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമറിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചെങ്കിലും എന്ത് ചെയ്യും? മെയിൻ ബ്രാഞ്ചുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, മെയിൻ ചെയിനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഷോർട്ടോ ലോങ്ങോ ആകാം. ഷോർട്ടാകാം, ലോങ് ആകാം. ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ അതിൽ 10 റിപ്പീറ്റിംഗ് യൂണിറ്റ് എങ്കിലും മിനിമം വേണം. അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമർ എന്ന് പറയുന്നത് മനസ്സിലായി കാണുമല്ലോ. ഇനി ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമറിൻ്റെ തന്നെ വേറൊരു വകഭേദമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രാഫ്റ്റ് പോളിമർ പറയാം. ടൈപ്പ് ഓഫ് ബ്രാഞ്ച് ചെയിൻ പോളിമർ ആണ് ഗ്രാഫ്റ്റ് പോളിമർ എന്ന് പറയുന്നത്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഗ്രാഫ്റ്റ് പോളിമർ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിലൊരു മാച്ചിങ് ഉണ്ട്, ഒരു ബന്ധമുണ്ട് കേട്ടോ ഇത് രണ്ടും തമ്മിൽ. അപ്പോൾ ഈ ഗ്രാഫ്റ്റ് പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ചസ് നമ്മൾ പല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മോണോമറിൻ്റെ ആണ് ബ്രാഞ്ച് എന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു മോണോമറാണ് ഇതിൽ ഈ മെയിൻ ചെയിനിൽ വന്ന് ലിങ്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഗ്രാഫ്റ്റ് പോളിമർ എന്ന് പറയുന്നത്. എന്തെന്ന് പറയും? ഗ്രാഫ്റ്റ് പോളിമർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇനി ഇത് രണ്ടും അല്ലാതെ ഉള്ള ഒരെണ്ണമാണ് ക്രോസ് ലിങ്ക്ഡ് പോളിമർ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ബ്രാഞ്ച് തിരിച്ച് അതേ എന്താണ് നമ്മുടെ മെയിൻ ചെയിനിൽ തന്നെ വന്ന് തിരിച്ചു വന്ന് ലിങ്ക് ചെയ്ത് വരുന്നതിനെയാണ് ക്രോസ് ലിങ്ക്ഡ് പോളിമർ എന്ന് പറയുന്നത്. ഇതിന് ഞാൻ ഇങ്ങനെ മുത്തുമാല ഇങ്ങനെ കുരുത്തിട്ടതുപോലെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്ന അഡസീവ്സ് ആയിട്ടുള്ള എല്ലാം തന്നെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരും. പിന്നെ എപ്പോക്സി പോളിമേഴ്സും ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരും. കാരണം ഈ ഗ്ലൂ ടൈപ്പിലുള്ള ടെക്സ്ചർ വരുന്ന സാധനങ്ങളുണ്ട്,
അതൊക്കെ ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 3 ടൈപ്പാണ് സ്ട്രക്ചറിൽ പഠിച്ചത്. 3 അല്ല 4 ടൈപ്പ് ഉണ്ട് ഗ്രാഫ്റ്റ് പോളിമർ. പക്ഷേ അതൊരു എക്സെപ്ഷണൽ കണ്ടീഷനാണ് ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമറിൻ്റെ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് മോണോമേഴ്സ് ആണ് കേട്ടോ. ടൈപ്പ് ഓഫ് മോണോമേഴ്സ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഉണ്ട്. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഹോമോ പോളിമർ ആണ്. എന്താണ് ഹോമോ പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹോമോ പോളിമർ എന്ന് പറഞ്ഞാൽ അതിൽ ഇപ്പം ഒരു ടൈപ്പ് മോണോമർ മാത്രമേ ഉള്ളൂ ഒരു പോളിമറിനകത്ത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹോമോ പോളിമർ എന്ന് പറയും കേട്ടോ. ഒരു ടൈപ്പ് മോണോമർ മാത്രമേ ഉള്ളൂവെങ്കിൽ അതിന് നമ്മൾ ഹോമോ പോളിമർ എന്ന് പറയും. ഉദാഹരണത്തിന് പോളിപ്രൊപ്പിലിൻ, അതിൽ പ്രൊപ്പിലിൻ മാത്രമേ ഉള്ളൂ. പോളി എത്തിലിൻ, അതിലാണെങ്കിൽ എത്തിലിൻ മാത്രമേ ഉള്ളൂ. പോളി വിനൈൽ ക്ലോറൈഡ് ആണെങ്കിൽ വിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ CH3 CH2Cl എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ട് മാത്രമേ ഉള്ളൂ. ആ ഒരു കോമ്പൗണ്ട് മാത്രം വരുന്ന മോണോമർ മാത്രം, ആ ഒരു കോമ്പൗണ്ട് മോണോമർ മാത്രം വരുന്നതിനാണ് ഹോമോ പോളിമർ എന്ന് പറയുന്നത്. ഇനി കോപോളിമർ ഉണ്ട്. കോപോളിമർ എന്ന് പറയുമ്പം പേര് പോലെ തന്നെ വൺ ടൈപ്പ് അല്ല, അതിലധികം ടൈപ്പ് ഓഫ് മോണോമേഴ്സ് ചേർന്ന് വരുന്നതാണ് കോപോളിമർ എന്ന് പറയുന്നത്. ഈ കോപോളിമർ ഒരു 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, കോപോളിമർ വരുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ റാൻഡം കോപോളിമർ ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ റാൻഡം കോപോളിമർ എന്ന് പറയുമ്പം ഒരു മോണോമർ എവിടെയെങ്കിലും റാൻഡമായിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഡിഫറെൻറ്റ് പൊസിഷനിൽ കാണും. ഇവിടെ ഈ ഒരു വൈറ്റ് കളർ ബീഡില്ലേ, ഈ ബീഡ് വരുന്നത് നോക്കിയേ, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കൃത്യമായ പൊസിഷനിലല്ല വരുന്നത്. അത് പക്ഷേ എന്താണ് കറക്റ്റായിട്ട് റിപ്പീറ്റിംഗ് ആയിട്ട് ഒരു മൂന്ന് ബീഡ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 4 ബീഡ് കഴിഞ്ഞിട്ട് കൃത്യമായിട്ടല്ല വരുന്നത്. ഒരു എന്താ പറയുക, ഒരു പാറ്റേൺ ഇല്ല ഇതിന്. ഇങ്ങനെ വരുന്നതിന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ റാൻഡം കോപോളിമർ എന്നാണ് പറയുന്നത്. ഇനി ഓൾട്ടർനേറ്റിംഗ് കോപോളിമർ ഉണ്ട്. ഇത് നോക്കിയേ, ഇതിൽ ഇതാണ്ടോ റാൻഡം ആയിട്ടല്ല, കറക്റ്റായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവിടെ ഉണ്ട്. 2 ഡിഫറെൻറ്റ് മോണോമേഴ്സും ഓൾട്ടർനേറ്റിംഗ് ആയിട്ടാണ് വരുന്നത്. അതിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കോപോളിമർ എന്ന് പറയുന്നത്. ഇനി ഇതിനെല്ലാത്തിനും പുറമെ ബ്ലോക്ക് പോളിമർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ബ്ലോക്ക് കോപോളിമർ എന്ന് പറയുമ്പോൾ ഇതിൽ 2 ബ്ലോക്കുകളായിട്ടാണ് മോണോമേഴ്സിനെ കാണുന്നത്. അതായത് ഇത്രയും ഒരു ബ്ലോക്കാണ് കേട്ടോ, ഇത്രയും ഒരു ബ്ലോക്കാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് ഇത്രയും അടുത്ത ബ്ലോക്കാണ്. ഇങ്ങനെ 2 ബ്ലോക്കായിട്ട് വരുന്ന, ബ്ലോക്കായിട്ട് ലിങ്ക് ചെയ്ത് വരുന്നതിനാണ് ബ്ലോക്ക് കോപോളിമർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹോമോ പോളിമർ പഠിച്ചു, കോപോളിമർ പഠിച്ചു. കോപോളിമർ 3 ടൈപ്പ് ഉണ്ട്: സ്റ്റാറ്റിസ്റ്റിക്കൽ, റാൻഡം കോപോളിമർ, ഓൾട്ടർനേറ്റിംഗ് കോപോളിമർ, ബ്ലോക്ക് കോപോളിമർ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മെക്കാനിസം, പോളിമറൈസേഷൻ്റെ മെക്കാനിസം അനുസരിച്ചിട്ടാണ്. ഈ മെക്കാനിസം അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ശരിക്കും നമുക്ക് സജസ്റ്റ് ചെയ്തത് WH കരോത്തർ ആണ്. 1929 പുള്ളിക്കാരൻ ഈ ഒരു സംഭവം കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ കണ്ടൻസേഷൻ പോളിമറൈസേഷനും അഡിഷൻ പോളിമറൈസേഷനുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പേര് പോലെ തന്നെ അതിനാണ് ഈ റിയാക്ഷനായിട്ട് എഴുതി കാണിച്ചത്. നമ്മളിങ്ങനെ വലിച്ചു വരി എഴുതണ്ട, റിയാക്ഷനായിട്ട് എഴുതി കാണിച്ചത് അതുകൊണ്ടാണ്. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പഠിക്കാം. അതായത് ഒരു ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും കൂടി നമ്മൾ റിയാക്ട് ചെയ്യിക്കുമ്പം എന്ത് സംഭവിക്കും? ആൽക്കഹോളിൻ്റെ OHും കാർബോക്സിലിക് ആസിഡിൻ്റെ Hും കൂടി അങ്ങ് പോയിട്ട് ഈ ഒരു റിയാക്ഷൻ വഴി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് രണ്ടും കൂടി അങ്ങ് ഫ്യൂസ് ചെയ്ത് ചേർന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു പ്രോഡക്റ്റ് കിട്ടുന്നു, ഒരു പോളിമർ കിട്ടുന്നു അല്ലേ? അതുപോലെ അഡിഷൻ പോളിമർ ആണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ പോളിമർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അഡിഷൻ പോളിമർ എന്ന് പറയുമ്പോൾ എന്താണ്? ആഡ് ചെയ്ത് വരത്തേ ഉള്ളൂ, അതിലെന്തില്ല, കൂടുതലായിട്ട് ഒരു എന്താണ് ഏതെങ്കിലും ഒരു മോളിക്യൂൾ മാറുന്നില്ല, ഇളകി മാറുന്നില്ല. ഇവിടെ വാട്ടർ മാറുന്ന പോലെ ഇവിടെ ഒന്നും മാറുന്നില്ല, ആഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ CH3 CH2X, ഇത് സ്റ്റൈറീൻ്റെ ഒരു കോമ്പൗണ്ടാണ് കേട്ടോ, കൈൻഡ് ഓഫ് സ്റ്റൈറീൻ്റെ ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ട് വരെയാണെന്ന് വെച്ചാൽ ഇത് എക്സിന് പകരം CH3 ആണ് വരുന്നതെങ്കിൽ സ്റ്റൈറീൻ ആയേനെ. ഇതിപ്പോൾ എക്സ് ആണ്, ഹാലജൻ കോമ്പൗണ്ട്സ് ആണ് വരുന്നത്. അപ്പോൾ ഇത് വേറെയാണ്. ഓക്കെ, അപ്പോൾ ആൽക്കീൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? പോളിമറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു അഡിഷൻ പോളിമറൈസേഷനിലൂടെ അതൊരു കോമ്പൗണ്ടായിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പ് പോളിമേഴ്സും കൂടി ഉണ്ട്. ഇനി സോളിഡ് സ്റ്റേറ്റിലുള്ള പോളിമേഴ്സ്. സോളിഡ് സ്റ്റേറ്റിൽ നമുക്ക് നോർമലി അറിയാവുന്ന സാധനം തന്നെയാണ്. ക്രിസ്റ്റലൈൻ സ്റ്റേറ്റും ഉണ്ട്, അമോർഫസ് സ്റ്റേറ്റും ഉണ്ട്. നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ക്രിസ്റ്റലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ റെഗുലർ പാക്കിംഗ് ഉള്ള ഓർഡർലി ഫാഷനിലുള്ള പോളിമറാണ്. ഇവിടുത്തെ പോളിമേഴ്സ് എന്ന് പറയുന്നത് മോൾട്ടൺ സ്റ്റേറ്റിലും അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷനിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലും ആയിരിക്കും കാണപ്പെടുന്നത്. ലോങ് റേഞ്ചിലുള്ള 3D ഓർഡേർഡ് ആയിട്ടുള്ള പോളിമറാണ് ഇവരുടെ എക്സാമ്പിൾ എന്ന് പറയുന്ന എക്സാമ്പിൾ പഠിച്ചു
പഠിച്ചോണം. പോളിത്തീനും പോളിയെത്തിലിൻ ടെറിതാലേറ്റ് പിന്നെ പോളി ടെട്രാഫ്ലൂറോ എത്തിലിൻ ഇതൊക്കെ എന്താണ് ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള പോളിമേഴ്സിൻ്റെ എക്സാമ്പിളാണ്. ഇനി അമോർഫസ് എന്ന് പറയുമ്പോൾ ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ് അവർക്കുള്ളത്. അവരുടെ മോണോമേഴ്സ് റിപ്പീറ്റിംഗ് മോണോമേഴ്സ് ആണ് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ പോളിമേഴ്സ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസി സോളിഡ് ആണ് ഫോം ചെയ്യുന്നത്. ഗ്ലാസ് പോലുള്ള സോളിഡ് റാൻഡം അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ വരിക. പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് അമോർഫസ് ആയിട്ടുള്ള പോളിമേഴ്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പോളി കാർബണേറ്റും പോളിമീഥൈൽ മെത്താക്രിലേറ്റുമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമോർഫസ് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. പേര് പോലെ തന്നെ ക്രിസ്റ്റലൈൻ പോലെ അത്രയും ക്ലിയർ കട്ടായിട്ട് വരില്ല അമോർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഒരു സാധനമുണ്ട്, അതിനെയാണ് നമ്മൾ ലിക്വിഡ് ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത്. ഈ ലിക്വിഡ് ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റലൈനും അല്ല എന്നാൽ അമോർഫസും അല്ലാത്ത പോളിമേഴ്സിനെയാണ് ലിക്വിഡ് ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത്, നമ്മുടെ ഈ കൊളോയിഡൊക്കെ പോലെ. അപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു പോളിമറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മോളിക്കുലർ ഓർഡർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ മാത്രമേ അത് നിൽക്കുകയുള്ളൂ. ആ ടെമ്പറേച്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സോളിഡ് ലൈക്ക് പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെ മാറിയിട്ട് എന്ത് ചെയ്യുന്നു, അതൊരു ലിക്വിഡിയോ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറായിട്ട് മാറുന്നു. അതിൻ്റെ എക്സാമ്പിൾ പഠിച്ചു വെച്ചോളുക. പോളി ബെൻസമൈഡ് ആണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, പോളി ബെൻസമൈഡ്. അപ്പോൾ ലിക്വിഡ് ക്രിസ്റ്റൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ റേഞ്ച് വരെ മാത്രം സോളിഡായിട്ട് നിൽക്കുകയും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒക്കെ മാറിയിട്ട് സ്ട്രോങ് ആവാതെ വീക്കറായിട്ട് പോളിമർ ഫ്ലോ ചെയ്തു തുടങ്ങും. അതാണ് ലിക്വിഡ് ക്രിസ്റ്റലൈൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള തേർമൽ ബിഹേവിയർ അനുസരിച്ച്, ഇത് നമ്മൾ എന്തായാലും കേട്ടിട്ടുള്ള സാധനമാണ്, തെർമോപ്ലാസ്റ്റിക്സും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും. ആദ്യമേ പറഞ്ഞു തരേണ്ട കാര്യമില്ല. തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ പോളിമേഴ്സിൽ എന്താണ്, നമ്മൾ ഹീറ്റ് ആക്കുന്ന സമയത്ത് സോഫ്റ്റൻ ആവുകയും പിന്നെ കൂൾ ചെയ്യുന്ന സമയത്ത് ഹാർഡൻ ആവുകയും ചെയ്യുന്ന പോളിമേഴ്സിനെയാണ് തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. രണ്ടും അതുപോലെ തന്നെയാണ്, പക്ഷേ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ടെമ്പററി ആണ്, കാരണം നമുക്ക് എത്ര വേണമെങ്കിലും ഹീറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, മോൾഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവരുടെ സ്ട്രക്ചറാണ് ലീനിയറോ ബ്രാഞ്ച്ഡോ ആയിരിക്കും കേട്ടോ. ഇവരുടെ ലീനിയറോ ബ്രാഞ്ച്ഡോ ആയിരിക്കും, ചെറിയ ബ്രാഞ്ചിങ്ങേ കാണുള്ളൂ, ഭയങ്കര തിക്കായിട്ടുള്ള ബ്രാഞ്ചിങ് അല്ല, ലീനിയർ അല്ലെങ്കിൽ ബ്രാഞ്ച്ഡ് ആയിരിക്കും. ഇനി ഇവരുടെ സെക്കൻഡറി ഫോഴ്സ് എന്ന് പറയുന്നത് വീക്കാണ്. അവരിലുള്ള സെക്കൻഡറി ഫോഴ്സ് എന്ന് പറയുന്നത് വീക്കാണ്. ലോവർ ടെമ്പറേച്ചറിൽ ഫോഴ്സ് എന്ന് പറയുന്നത് പോളിമെറിക് ചെയിനുമായിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും, അത് വളരെ കുറവാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെമ്പറേച്ചറിൻ്റെ കൂടുതൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഇവർ ഹയർ ടെമ്പറേച്ചറിൽ സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ, എന്നിട്ട് നമ്മൾ ഹാർഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ തെർമോപ്ലാസ്റ്റിക്കിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പോളിത്തീന്, നൈലോൺ, പോളി കാർബണേറ്റ്, ടെഫ്ലോൺ, ഇതൊക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇനി തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളിമേഴ്സിൽ തന്നെ സോഫ്റ്റൺ ആകാത്ത പോളിമേഴ്സ് ഉണ്ട്. ഹീറ്റ് ചെയ്യുമ്പോൾ വലുതായിട്ട് സോഫ്റ്റൺ ആവില്ല, പക്ഷേ അവരെന്ത് ചെയ്യും, ഹാർഡൺ ആകും. ഹാർഡൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സോഫ്റ്റൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള പെർമനൻ്റ്ലി നമുക്ക് ഹാർഡൻ ചെയ്യാൻ പറ്റുന്ന പോളിമേഴ്സാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇവരങ്ങനെ പെട്ടെന്നൊന്നും നശിച്ചൊന്നും പോവില്ല. അപ്പോൾ ഇവരെന്ന് പറയുന്നത് ഫീനോൾ ഫോർമാൽഡിഹൈഡിൻ്റെ പോളിമറോ അല്ലെങ്കിൽ ബേക്കലൈറ്റോ ഒക്കെയാണ് ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. എപ്പോക്സി റെസിനും ഇതിൽ വരും കേട്ടോ. എപ്പോക്സി റെസിൻ ഇപ്പോഴും നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള റെസിനും ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു സാധനമാണ്. ഇനി ഇതെന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് പോളിമറാണ്. നെറ്റ്വർക്ക് പോളിമർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോളിമേഴ്സ് പോകുന്നുണ്ടെങ്കിൽ ഒരു പോളിമർ ബ്രാഞ്ചും മറ്റേ പോളിമർ ബ്രാഞ്ചുമായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ നെറ്റ്വർക്ക് പോലെ കണക്ഷൻ ചെയ്ത് കണക്ട് ചെയ്ത് നെറ്റ്വർക്ക് പോലെ കിടക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നെറ്റ്വർക്ക് പോളിമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നെറ്റ്വർക്ക് പോളിമർ നമുക്ക് മനസ്സിലായി. ഇനി പോളിമേഴ്സ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് നമ്മൾ പാർഷ്യലി പോളിമറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കും നമുക്ക് ആദ്യം കിട്ടുക. അതിന് നമ്മൾ പ്രീ പോളിമർ എന്ന് പറയും. ഈ പ്രീ പോളിമറിനെ പിന്നീട് നമ്മൾ ഹീറ്റ് ചെയ്ത് മോൾഡിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ ഷേപ്പ് ചെയ്തെടുക്കും. ഫൈനലി അതിനെ എന്ത് ചെയ്യും, നമ്മൾ ക്യൂറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, ക്രോസ് ലിങ്കിങ് എന്ന് പറയും കേട്ടോ. ആ പ്രോസസ്സിലൂടെ അതിനെ ഹാർഡൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഫീനോള്, ഫോർമാൽഡിഹൈഡ്, പിന്നെ ബി സ്റ്റേജ് റെസിനും ഇതിൻ്റെ ഇടയിൽ വരും കേട്ടോ. ഈ ബി സ്റ്റേജും സി സ്റ്റേജും റെസിന് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫീനോളും ഫോർമാൽഡിഹൈഡും കൂടി നമ്മളിങ്ങനെ ഈക്വൽ എമൗണ്ടിൽ ആഡ് ചെയ്ത് കാറ്റലിസ്റ്റും ഒക്കെ ആഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ബി സ്റ്റേജ് റെസിനും, ഈ ബി സ്റ്റേജ് റെസിനെ നമ്മൾ വീണ്ടും ചൂടാക്കി കഴിയുമ്പോൾ നമുക്കത് ഒരു ലിങ്കും കൂടി വന്നിട്ട് സി സ്റ്റേജ് റെസിനിലേക്ക് മാറുന്നു. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഫോർമാൽഡിഹൈഡും ഫീനോളും ആയിട്ടുള്ള റിയാക്ഷൻ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് തേർമൽ ബിഹേവിയർ അനുസരിച്ച് നമ്മൾ രണ്ട് രീതിയിൽ
പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അവരുടെ എൻഡ് യൂസ് അനുസരിച്ച്, എൻഡ് യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അതിൻ്റെ നോർമലായിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റിൻ്റെ യൂസ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട്, ഒന്ന് ഇലാസ്റ്റോമേഴ്സ് അല്ലെങ്കിൽ റബ്ബേഴ്സ്. പേര് പോലെ തന്നെയാണ്, പോളിമേഴ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്നിട്ട് ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ പോളിമേഴ്സ് എന്ത് ചെയ്യുന്നു, ഒറിജിനൽ ഷേപ്പിലോട്ട് വരുന്നു. അതാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ളതിന് നമ്മൾ മെമ്മറി എന്ന് പറയും കേട്ടോ. മസിൽ മെമ്മറി എന്ന് ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ. അതുപോലെ തന്നെ പോളിമേഴ്സിൻ്റെ ഉള്ളിൽ ഒരു മെമ്മറി ഉണ്ടാകും. അതായത് അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ്, കെമിക്കൽ സ്റ്റേറ്റ് എന്നിവ ഏത് രീതിയിലാണ് ഇരുന്നത് എന്നുള്ള ഒരു മെമ്മറി അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ച് അത് ഷേപ്പ് മാറിയാലും നമ്മൾ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നു, പഴയ സ്റ്റേറ്റിലേക്ക് വരുന്നു. എക്സാമ്പിൾ സ്റ്റൈറിൻ, ബ്യൂട്ടാഡൈൻ, റബ്ബർ, SBR റബ്ബർ അതിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. പിന്നെ ഈ നിയോപ്രീൻ, പോളി ഐസോപ്രീൻ ഇതൊക്കെ റബ്ബറാണ് കേട്ടോ. റബ്ബറിൻ്റെ വേറെ വേറെ വകഭേദങ്ങളാണെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി കോട്ടിങ്സും അഡസീവ്സും എന്ന് പറയുന്നത് ഗമ്മും ഗ്ലൂവും പോലുള്ള സാധനങ്ങൾ തന്നെയാണ് പറയുന്നത്. ഈ കോട്ടിങ്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇവരെന്ത് ചെയ്യുന്നു, വെയർ ആൻഡ് ടിയർ, പിന്നെ അതുപോലെ തന്നെ ഡീഗ്രഡേഷനും തടയുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ചെയറിലും ക്യാബിനറ്റിലും കാസിലും വീട്ടിലും പ്ലെയിനിലും ഒക്കെ നമ്മൾ അടിക്കുന്ന പെയിൻറ്റ് പോലുള്ള സാധനങ്ങൾ അത് കോട്ടിങ്ങിൽ വരുന്നതാണ്. പിന്നെ അഡസീവ്സ് എന്ന് പറയുമ്പോൾ രണ്ട് സർഫസസ് ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അഡസീവ്സ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ കോമൺ ആയിട്ടുള്ള അഡസീവ്സ് ആയിട്ടുള്ള എപ്പോക്സി റെസിൻ, ബ്യൂട്ടൈൽ റബ്ബർ, പോളിയമൈഡ്, സെല്ലുലോസ് ഡെറിവേറ്റീവ്സ് ഇതെല്ലാം തന്നെ എന്താണ്, അഡസീവ്സ്, കോട്ടിങ്സ് അല്ലെങ്കിൽ അഡസീവ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരും. ഇനി പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എലാസ്റ്റോമോസും അല്ല ഫൈബേഴ്സും അല്ലാത്ത പ്രോപ്പർട്ടി കാണിക്കുന്നവരാണ് പ്ലാസ്റ്റിക്. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് എപ്പോക്സൈഡ്സും യൂറിയയും ഫോർമാൽഡിഹൈഡും PVCയും കോപോളിമേഴ്സും പോളിസ്റ്റൈറീനും ഒക്കെയാണ്. ഇനി സെറാമിക്സ് എന്ന് പറയുമ്പോൾ അതിൽ ലാർജ് എമൗണ്ടിൽ ഇനോർഗാനിക് പോളിമേഴ്സ് ഉണ്ടായിരിക്കും. അവർ ബ്രിട്ടിലായിരിക്കും, സ്ട്രോങ് ആയിരിക്കും, അവർക്ക് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റും ഉണ്ടായിരിക്കും. അവർ റെസിസ്റ്റൻ്റ് ആയിരിക്കും, കെമിക്കൽസിന് റെസിസ്റ്റൻ്റ് ആയിരിക്കും. ട്രഡീഷണൽ സെറാമിക്സ് എന്ന് പറയുന്നത് ദേ വേ ബേസ്ഡ് ഓൺ ദ നാച്ചുറൽ ക്ലേസിൻ്റെ ബേസിസിലായിരിക്കും ഇതുണ്ടാവുക. പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ സെറാമിക്സിന് തന്നെ സിന്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസും അവൈലബിൾ ആണിപ്പോൾ. ഇനി ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഹൈലി ടെൻസൈൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ചെയിൻ എന്ന് പറയുന്നത് ഒന്നിനു പുറകെ ഒന്നായിട്ട് അലൈൻ ചെയ്താണ് ഇരിക്കുക. ഓക്കെ, ഫൈബേഴ്സ് എന്ന് പറയുന്നതിന് കുറച്ചുകൂടി സ്ട്രോങ്ങർ ഫോഴ്സ് ആണ് മറ്റ് എലാസ്റ്റോമസിനെ വെച്ച് നോക്കുമ്പോൾ ഫൈബേഴ്സിന് കുറച്ചുകൂടി സ്ട്രോങ് ആണ് കേട്ടോ. ഇനി പോളിസ്റ്റർ, നൈലോൺ, റയോൺ, പോളിയൂറത്തൈൻ ഇതൊക്കെയാണ് ഫൈബേഴ്സിൻ്റെ പ്രോപ്പർട്ടീസിൽ അല്ലെങ്കിൽ എൻഡ് യൂസ് പ്രോപ്പർട്ടീസിൽ വരുന്ന എന്താണ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എൻഡ് യൂസ് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നത് ഓരോരോ പോളിമേഴ്സിൻ്റെ പ്രത്യേകതകളാണ്. അതിൽ ആദ്യം വരുന്ന അതിൻ്റെ പ്രോപ്പർട്ടിയാണ് ടാക്റ്റിസിറ്റി എന്ന് പറയുന്നത്. എന്താണ് ടാക്റ്റിസിറ്റി എന്ന് പറയുന്നത്? ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസിബിൾ കോൺഫിഗറേഷൻസ് ഉണ്ടാവുക. എന്തിൻ്റെ റിസൾട്ടായിട്ട്? സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് കാരണം. സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് നമ്മുടെ പോളിമറിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് പല രീതിയിൽ നടക്കാം. അപ്പോൾ ഈ പല രീതിയിൽ നടക്കുന്ന സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന ഡിഫറെൻറ്റ് പോസിബിൾ കോൺഫിഗറേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടാക്റ്റിസിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫിനോമിനനെ നമ്മൾ ടാക്റ്റിസിറ്റി എന്ന് പറയും. ഒരു പെൻഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പം എന്താണ്? പെൻഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഒരു പോളിമർ ചെയിനിനോട് ചേർന്നിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന ഗ്രൂപ്പുകളെയാണ് നമ്മൾ പെൻഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് റിപ്പീറ്റിംഗ് യൂണിറ്റിൻ്റെ ഒരു പാർട്ടാണ്. അതായത് നമ്മളിങ്ങനെ ഈ ചെറിയ തുങ്ങലുകൾ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഇതുപോലെ ചെയിനായിട്ട് കിടക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ പെൻഡൻറ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ചില പെൻഡൻറ്റ് ഗ്രൂപ്പിൻ്റെ എക്സാമ്പിൾസ് ആണ് മീഥൈൽ ഗ്രൂപ്പ്. പോളിപ്രൊപ്പിലിനിലൊക്കെ മീഥൈൽ ഗ്രൂപ്പ് ഇങ്ങനെ കിടക്കാറില്ലേ? അതുപോലെ ബെൻസീൻ റിങ്സ് ഒക്കെ നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക, നമുക്ക് സിമിലാരിറ്റി ഉള്ള സാധനങ്ങളാണ്, നമുക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ എസ്റ്റർ ഗ്രൂപ്പ്സ്, സയാനോ ഗ്രൂപ്പ്സ്, ഹാലജൻസ് ഇതൊക്കെ തന്നെ എന്താണ്? ടാക്റ്റിസിറ്റിയുടെ വലിയൊരു എക്സാമ്പിളും കാര്യങ്ങളാണ്. ഈ ഗ്രൂപ്പുകളൊക്കെ തന്നെ കെമിക്കൽ, ഫിസിക്കൽ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, പോളിമേഴ്സിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ടാക്റ്റിസിറ്റി ഒരു 3 ടൈപ്പിലുണ്ട് കേട്ടോ. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഐസോടാക്റ്റിക് ആണ്. ഐസോടാക്റ്റിക് എന്ന് പറയുമ്പോൾ എല്ലാ പെൻഡൻറ്റ് ഗ്രൂപ്പുകളും സെയിം സൈഡിൽ, കാർബണിൻ്റെ സെയിം സൈഡിൽ നോക്കി, കാർബണിൻ്റെ സെയിം സൈഡിലല്ലേ ഈ ബ്ലൂ കളർ ഡോട്ടുകളെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാർബണിൻ്റെ സെയിം സൈഡിൽ വരുന്നതാണ് എന്നുണ്ടെങ്കിൽ അതിന് ഐസോടാക്റ്റിക് എന്ന് പറയുന്നു. പോളിപ്രൊപ്പിലിൻ എന്ന് പറയുന്ന ഐസോടാക്റ്റിക് പോളിപ്രൊപ്പിലിൻ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. കാർബണിൻ്റെ സെയിം സൈഡിൽ തന്നെ വരികയാണെങ്കിൽ അതിന് ഐസോടാക്റ്റിക് എന്ന് പറയുന്നു. ഇനി സെയിം ടൈപ്പിലല്ല സിൻഡയോടാക്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ്, അതായത് ബ്ലൂ ഇപ്പുറത്താണ്
ആണ് വന്നിരിക്കുന്നതെങ്കിൽ അടുത്ത കാർബണിൽ അത് മിറർ ഇമേജ് ആയിട്ട് തൊട്ടിപ്പുറത്തായിട്ട് വരും. ഇനി അടുത്ത കാർബണിൽ വീണ്ടും തിരിയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് എന്ത് ചെയ്യുക, ഓൾട്ടർനേറ്റ് ആയിട്ട് സൈഡിൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ സിൻഡയോടാക്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലൊന്നിലും പെടാത്തൊരു സാധനമുണ്ട്, അറ്റാക്റ്റിക് എന്ന് പറയും. അറ്റാക്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റാൻഡം ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്, ഒരു പെർട്ടിക്കുലർ ഒരു പാറ്റേണോ കാര്യങ്ങളോ ഒന്നുമില്ല, റാൻഡം ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റിലൂടെ ഉണ്ടായിരിക്കുന്നതിനാണ് അറ്റാക്റ്റിക് പോളിമർ എന്ന് പറയുന്നത്. ഇനി ഈ ടാക്ടിസിറ്റി എന്ന് പറയുന്നത് അഫക്റ്റ് ചെയ്യുന്ന ചെറിയ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ക്രിസ്റ്റലൈനിറ്റിയെ അത് അഫക്റ്റ് ചെയ്യുന്നു. ടാക്ടിസിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം ആറ്റം പാക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്റ്റലൈനിറ്റി കാണിക്കുന്നത്. അപ്പോൾ ആ ക്രിസ്റ്റലൈനിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ടാക്ടിസിറ്റി ശരിക്കും പറഞ്ഞാൽ ബാധിക്കും. ഓക്കെ, ഇനി ക്രിസ്റ്റൽസിന് പൊതുവേ റെഗുലർ ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഉള്ളത്. അപ്പോൾ ഐസോടാക്റ്റിക്കും സിൻഡയോടാക്റ്റിക് പോളിമേഴ്സും ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റലൈൻ ആയിട്ട് മാറുന്നത്. ഐസോടാക്റ്റിക്കും സിൻഡയോടാക്റ്റിക്കും, കാരണം അവർക്കൊരു പാറ്റേൺ ഉണ്ട്. ഇനി അതേസമയം അറ്റാക്റ്റിക് പോളിമേഴ്സ് എന്താണ്, റാൻഡം ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ക്രിസ്റ്റലായിട്ട് മാറാനായിട്ട് അവർക്ക് പറ്റില്ല. അവർക്ക് ഷോർട്ട് റേഞ്ച് ഓർഡറിലേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ അമോർഫസ് ആയിട്ടുള്ള ഗ്ലാസസ് ആയിട്ടേ മാറുകയുള്ളൂ. അപ്പോൾ ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സോളിഡ്സ് ഉണ്ടാകുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഐസോടാക്റ്റിക്കും സിൻഡയോടാക്റ്റിക്കും ആണ്. ക്രിസ്റ്റലൈൻ അല്ലാത്ത അമോർഫസ് ആയിട്ടുള്ള സോളിഡ് ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ അമോർഫസ് ആയിട്ടുള്ള പോളിമർ ഉണ്ടാവാൻ ഉള്ള ചാൻസ് ഉള്ളത് അറ്റാക്റ്റിക് ആണ്. ഓക്കെ, ഇനി അടുത്തത് പോളിമേഴ്സിൻ്റെ മറ്റ് പ്രോപ്പർട്ടീസ്. പോളിമേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെയും റിലേറ്റ് ചെയ്തിരിക്കുന്നത് അത് കുറച്ച് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ ബേസിക് ആയിട്ടുള്ള ഫാക്ടറാണ് മോളിക്കുലാർ വെയിറ്റ്, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചെയിൻ സൈസ്, ചെയിനിൻ്റെ സൈസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പ്രീവിയസ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ പോളിമറിൻ്റെ നേച്ചർ, പിന്നെ എന്തൊക്കെ അഡിറ്റീവ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ തന്നെ പോളിമറിൻ്റെ പ്രോപ്പർട്ടീസിനെ റിലേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇനി ഈ ഒരു പ്രോപ്പർട്ടീസിനൊക്കെ തന്നെയും ഇൻ ടേൺ നമുക്ക് എന്തൊക്കെ കിട്ടും, ഈ ഒരു പ്രോപ്പർട്ടീസിന് എല്ലാത്തിനും പുറമേ ആയിട്ട് സ്ട്രെങ്ത്, ബയോളജിക്കൽ റെസ്പോൺസ്, വെതർ എബിലിറ്റി, അതുപോലെ തന്നെ കെമിക്കൽ അറ്റാക്കിനെ എങ്ങനെ റെസിസ്റ്റ് ചെയ്യുന്നു, ഡീഗ്രഡേഷൻ, ഫ്ലെയിമബിലിറ്റി, ഡയബിലിറ്റി. ഫ്ലെയിമബിലിറ്റി എന്ന് പറയുമ്പോൾ കത്താനുള്ള ഒരു ചാൻസ്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എത്രത്തോളം ഉണ്ട്, മെഷീനബിലിറ്റി എത്രത്തോളം ഉണ്ട്, കംഫർട്ടും ഹാർഡ്നെസ്സും എത്രയാണ്, ഇതൊക്കെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് പോളിമേഴ്സിൽ വരുന്നതാണ്. ഓക്കെ, അതിൽ ആദ്യം വരുന്നത് ക്രിസ്റ്റലൈനിറ്റിയാണ്. നമ്മൾ ഓൾറെഡി ക്രിസ്റ്റലൈൻ പോളിമേഴ്സിനെ പറ്റി പഠിച്ചു. പക്ഷേ ക്രിസ്റ്റലൈനിറ്റി എന്ന് പറയുന്നത് വേറൊരു സാധനമാണ്. അതായത് ലോങ് ചെയിൻ ആയിട്ടുള്ള പോളിമറിക് ആയിട്ടുള്ള സോളിഡ്സ് ക്രിസ്റ്റലൈൻ ചെയ്യുന്ന സമയത്ത് ചെയിൻസ് എന്ത് ചെയ്യുന്നു, ഭയങ്കര ക്ലോസ് ആയിട്ട് പാക്കായിട്ട് ഇരിക്കും. സിന്തറ്റിക് പോളിമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലൂസായിട്ടായിരിക്കും കാണുക, ലൂസ്ലി പാക്ഡ് ആയിട്ടായിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുക ക്രിസ്റ്റലൈനിൽ. പക്ഷേ അവർക്കും എന്തുണ്ടാകും, ഒരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഓർഡറിങ് ഉണ്ടായിരിക്കും, ഒരു ചെറിയൊരു ഓർഡറിങ് ഉണ്ടായിരിക്കും. അതുവഴി ഒരു ഇൻട്രാമോളിക്കുലർ ഫോൾഡിങ്ങും അതുപോലെ തന്നെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ചെയിൻസ് എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചതുപോലത്തെ സ്ട്രക്ചറും കാണാനായിട്ട് സാധിക്കുന്നു. സിന്തറ്റിക് പോളിമേഴ്സിന് നമുക്ക് എന്തായിട്ടൊക്കെ പറയാം, ക്രിസ്റ്റലൈൻ ആയിട്ടും അമോർഫസ് ആയിട്ടും പറയാം. കാരണം അതിന് ക്രിസ്റ്റലൈൻ റീജിയനും ഉണ്ട്, അമോർഫസ് റീജിയനും ഉണ്ട്. ക്രിസ്റ്റലൈനിറ്റിയുടെ ഡിഗ്രി എന്ന് പറയുന്നത്, ഡിഗ്രി ഓഫ് ക്രിസ്റ്റലൈനിറ്റി എന്ന് പറയുന്നത് എന്തിൻ്റെ ടേംസിലായിരിക്കും, വെയ്റ്റ് ഫ്രാക്ഷൻ്റെ ടേംസിലോ അല്ലെങ്കിൽ വോളിയം ഫ്രാക്ഷൻ്റെ ടേംസിലോ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. വെയ്റ്റ് ഫ്രാക്ഷൻ്റെയോ വോളിയം ഫ്രാക്ഷൻ്റെയോ ടേംസിൽ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസിനെ പറയാൻ പറ്റും. സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സസ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടും ചെയിൻസിൻ്റെ ഇടയിൽ ഹൈഡ്രജൻ ബോണ്ടും, ആസ് ഇൻ കേസ് ഓഫ് പോളിയമൈൻസ്, പോളിയെസ്റ്റർ, ഈ പോളിയമൈൻസും പോളിയെസ്റ്ററും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നു, ക്രിസ്റ്റലൈനിറ്റി കൂട്ടുന്നു. ഇനി പോളിമേഴ്സിൽ ഡിഗ്രി ഓഫ് ക്രിസ്റ്റലൈനിറ്റി ഓൾമോസ്റ്റ് 0 അപ്രോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ 0യിലേക്ക് വരാത്ത ടൈപ്പിലുള്ള പോളിമേഴ്സ് ട്രാൻസ്പാരൻറ്റ് പോളിമേഴ്സ് ആയിരിക്കും. അതേസമയം പോളിമേഴ്സിൽ ഇൻ്റർമീഡിയറ്റ് ഡിഗ്രി ഓഫ് ക്രിസ്റ്റലൈനിറ്റി ഉള്ളവർ എന്ത് ചെയ്യുന്നു, ഒപ്പേക്ക് ആവാനായിട്ടാണ് ശ്രമിക്കുക. അപ്പോൾ പോളിമേഴ്സിൽ തന്നെ ഡിഗ്രി ഓഫ് ക്രിസ്റ്റലൈനിറ്റി നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ മെഷർ ചെയ്യുന്നത് 0 അപ്രോച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അത്രത്തോളം എന്താണ് കുറച്ചുകൂടി 0 അപ്രോച്ച് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1 അടുത്ത് ഇരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ട്രാൻസ്പാരൻ്റ് ആണ്. പോളിമേഴ്സിൽ തന്നെ ഇൻ്റർമീഡിയറ്റ് ഡിഗ്രീസ് ഓഫ് ക്രിസ്റ്റലൈനിറ്റി ആണെന്നുണ്ടെങ്കിൽ അവ ഒപ്പേക്കാണ്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈനിറ്റി അല്ലെങ്കിൽ ഗ്ലാസി റീജിയനിൽ കൂടെയാണ്. അപ്പോൾ ആ ഗ്ലാസി റീജിയൻ എത്രത്തോളം എന്താണ് ഡിഫൈൻഡ് ആണ് അതിനനുസരിച്ചായിരിക്കും ക്രിസ്റ്റലൈനിറ്റി കൂടുന്നത്, ക്രിസ്റ്റലൈനിറ്റിയുടെ ഡിഗ്രി കൂടുന്നത്. ആ ഡിഗ്രി കൂടുന്നതിനനുസരിച്ച് ട്രാൻസ്പാരൻസി മാറി ഒപ്പേക്ക് ആയിട്ട് മാറുന്നു. ഹെൻസ് ഫോർ മെനി പോളിമേഴ്സ് റെഡ്യൂസ്ഡ് ക്രിസ്റ്റലൈനിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു,
ട്രാൻസ്പാരൻസി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റെഡ്യൂസ്ഡ് പോളിമേഴ്സ് എന്ന് പറയുന്നത് ട്രാൻസ്പാരൻസി കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇനി ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈലി ഡിസോർഡേർഡ് ആയിട്ടുള്ള സോളിഡ്സ് പക്ഷേ റബ്ബർ ലൈക്ക് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന, ഹൈ ടെമ്പറേച്ചറിൽ റബ്ബർ ലൈക്ക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നവരെ നമ്മൾ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയും. പക്ഷേ നമ്മൾ വീണ്ടും ടെമ്പറേച്ചർ ലോവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഗ്ലാസ് പോലത്തെ ബ്രിട്ടിലായിട്ടുള്ള ഒരു സോളിഡായിട്ട് മാറുന്നു. അപ്പോൾ എന്താണ്? ഹൈലി ഡിസോർഡേർഡ് ആയിട്ടുള്ള സോളിഡ് റബ്ബർ പോലത്തെ പ്രോപ്പർട്ടീസ് ഹൈ ടെമ്പറേച്ചറിലും ലോവർ ടെമ്പറേച്ചറിൽ ബ്രിട്ടിൽ ഗ്ലാസ് ലൈക്ക് സോളിഡായിട്ട് മാറുകയും ചെയ്യുന്നു. അതിൽ ഇലാസ്ട്രോമാറ്റിക് മോഷനൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിക് മോഷനൊന്നും ഇതിൽ കാണാനായിട്ട് സാധിക്കില്ല. ഇനി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചേഞ്ച് ഉണ്ടാകുന്ന ടെമ്പറേച്ചറിനെ നമ്മൾ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. ഈ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പം അമോർഫസ് പോളിമേഴ്സ് അല്ലെങ്കിൽ അമോർഫസ് റീജിയൺ എന്ന് പറയുന്നത് ഒരു സെമി ക്രിസ്റ്റലൈൻ പോളിമറിനെ പോലെ ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? ചേഞ്ച് ഹാർഡിൽ നിന്നും റിലേറ്റീവ്ലി ബ്രിട്ടിലായിട്ടുള്ള ഗ്ലാസി മെറ്റീരിയൽ ആയിട്ട് മാറുന്നതിൽ അല്ലെങ്കിൽ വിസ്കസ് റബ്ബറി സ്റ്റേറ്റിലോട്ട് മാറുന്നതിലോട്ട് എന്ത് ചെയ്യുന്നു? ആ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്താണ് റിലേറ്റ് ചെയ്തിരിക്കുന്നു, ഇതുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ ഈ ഒരു ഗ്രാഫിൽ നോക്കി അറിയാം, ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇത്രയും ഹൈയിലാണ് നിൽക്കുന്നത്. ആദ്യം നമ്മൾ ടെമ്പറേച്ചർ തുടങ്ങുമ്പോൾ ഒരു വിസ്കസ് ഫ്ലോയും പിന്നെ അതൊരു റബ്ബറി സ്റ്റേറ്റിലേക്ക് മാറി അറ്റ്മോസ്റ്റ് ഈ ഒരു TG ടെമ്പറേച്ചറിൽ കഴിയുമ്പോൾ അത് ഗ്ലാസ് പോലെ ആക്ട് ചെയ്ത് തുടങ്ങുന്നു. ഇനി എന്തൊക്കെയാണ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ? കോമ്പോസിഷൻ എന്ന് പറയുമ്പം മെറ്റീരിയൽസ്, ഏത് മെറ്റീരിയൽസിൻ്റെ കോമ്പോസിഷൻ ശരിക്കും പറഞ്ഞാൽ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ ക്യൂറിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് അതിനെ എന്ത് ചെയ്യുന്നതാണ്? ക്യൂറിംഗ് പ്രോസസ്സ് ഞാൻ നേരത്തെ പറഞ്ഞു. ക്യൂറിംഗ് പ്രോസസ്സ് എന്താണെന്നുള്ളത് എന്താണ്? നമ്മുടെ ഹാർഡനിങ് പ്രോസസ്സാണ് ക്യൂറിംഗ് പ്രോസസ്സ്. ആ ക്യൂറിംഗ് പ്രോസസ്സിൻ്റെ ടൈമിനെയും TG അഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ മോയ്സ്ചർ കണ്ടൻറ്റിനെയും TG അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എമൗണ്ട് ഓഫ് വാട്ടർ, നമ്മൾ എത്രത്തോളം വാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതും ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന കേസാണ്. ഇനി അതുപോലെ തന്നെ പോളിമർ ചെയിനിൻ്റെ മൊബിലിറ്റി ഇതിനെ അഫക്റ്റ് ചെയ്യുന്നു. മോളിക്കുലാർ വെയ്റ്റും അഫക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ക്രോസ് ലിങ്ക്സ്, TG ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്രോസ് ലിങ്ക്സ് ആണ്. അതുപോലെ TG ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളിക്കുലാർ വെയ്റ്റുമാണ്. ഫ്ലെക്സിബിലിറ്റി, TG എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ഫ്ലെക്സിബിലിറ്റി ആണ്. പോളിയെത്തിലിൻ അഡിപ്പേറ്റിനൊക്കെ ലോവർ ആയിട്ടുള്ള TG ആണുള്ളത് പോളിയെത്തിലിൻ ടെറിതാലിനേക്കാളും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളും ഞാനൊരു ബോക്സായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. TGയുടെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ TG വേറെയും കുറേ കോമ്പൗണ്ട്സിൻ്റെ എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വിസ്കോസിറ്റി ഓഫ് പോളിമേഴ്സ് ആണ്. അതായത് സൊല്യൂഷൻ വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? പോളിമർ മോളിക്യൂൾസിൻ്റെ സൈസിനനുസരിച്ച് അതിൻ്റെ മെഷർമെൻറ്റിനെയാണ് സൊല്യൂഷൻ വിസ്കോസിറ്റി ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എംപിരിക്കലി എന്തുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? മോളിക്കുലാർ വെയ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ലീനിയർ പോളിമേഴ്സിൻ്റെ മോളിക്കുലാർ വെയ്റ്റുമായിട്ട്. ഇനി ഇതിൽ ഇൻട്രിൻസിക് വിസ്കോസിറ്റി ഉണ്ട്. ഇൻട്രിൻസിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിമർ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ആഡഡ് പോളിമർ എത്രത്തോളം വിസ്കോസിറ്റി ആ സൊല്യൂഷന് കൂട്ടാൻ സാധിക്കുന്നു, അതിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. സോൾവെൻറ്റിനെക്കാളും സൊല്യൂഷനിൽ എത്രത്തോളം വിസ്കോസിറ്റി കൂട്ടുന്നു, ആ ഒരു ആഡഡ് പോളിമറിൻ്റെ ആ ഒരു എബിലിറ്റിയാണ് ഇൻട്രിൻസിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഈ ഇൻട്രിൻസിക് വിസ്കോസിറ്റി കോമൺലി നമ്മൾ മില്ലി ലിറ്റർ പെർ ഗ്രാമിലാണ് അളക്കാറുള്ളത്. അതിൻ്റെ മെഷർമെൻറ്റ് ഈറ്റ വെച്ചിട്ടാണ് അളക്കുന്നത്. പർട്ടിക്കുലർ ഒരു പോളിമറിന് റിലേറ്റീവ് വിസ്കോസിറ്റി ഈറ്റ 6 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി റിലേറ്റീവ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് വിസ്കോസിറ്റി റേറ്റ് η/η0 ആണ്. സ്പെസിഫിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് η-η0/η0 ആണ്. വിസ്കോസിറ്റി നമ്പർ η/SP/C ആണ്. ലൊഗാരിതമിക് ആയിട്ടുള്ള വിസ്കോസിറ്റി നമ്പർ log η/C ആണ്. ലിമിറ്റിംഗ് വിസ്കോസിറ്റി എന്ന് പറയുമ്പം നാച്ചുറൽ ലോഗരിതം η/R/C എന്നോ അതിനെ 0 ആയിട്ട് ടെൻഡ് ചെയ്ത് 0 ആയിട്ട് ലിമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റിംഗ് വിസ്കോസിറ്റി നമ്പറും കിട്ടും. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പോളിമർ മോളിക്യൂൾസിൻ്റെ മാസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നമ്പർ ആവറേജ് നോക്കാം. നമ്പർ ആവറേജിൻ്റെ ഇക്വേഷൻ ഞാൻ തന്നിട്ടുണ്ട്. MN എന്ന് പറയുന്നത് സിഗ്മ-NI/സിഗ്മ-NIക്ക് തുല്യമായിരിക്കും. അതായത് എത്രത്തോളം നമ്പർ ആവറേജ് കൊടുക്കുന്നു അത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിക്യൂളിൻ്റെ വെയിറ്റും അതുപോലെ നമ്പർ ഓഫ് മോൾസിൻ്റെ നമ്പേഴ്സും കൂടി ആഡ് ചെയ്യുക, മാസും നമ്പർ ഓഫ് മോൾസും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സമ്മിനെ നമ്മൾ എന്ത് ചെയ്യുക? പ്രോഡക്റ്റ് എടുക്കുക. അപ്പോൾ അതിൻ്റെ സമ്മ് എടുത്തിട്ട് അതിനെ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് മോൾസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സാധനം കിട്ടും, നമ്പർ ആവറേജ് കിട്ടും. ഇതേ സെയിം തന്നെ എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്തിട്ട് അതിനെ നമ്പർ ഓഫ് മോളിക്യൂളിൻ്റെ വെയിറ്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വെയിറ്റ് ആവറേജ് കിട്ടും അല്ലെങ്കിൽ മാസ് ആവറേജ്
ആവറേജ് കിട്ടും. ഓക്കെ, ഇനി വിസ്കോസിറ്റി ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് റേസ് ടു 1+a അല്ലെങ്കിൽ 1/a എടുത്തു കഴിഞ്ഞാൽ വിസ്കോസിറ്റി ആവറേജ് നമുക്ക് കിട്ടും. പിന്നെ ഇസഡ് ആവറേജ് എന്ന് പറയുന്നത് എടുക്കാനായിട്ട് MZ എടുത്താൽ മതി, NiMi³ ഡിവൈഡഡ് ബൈ NiMi² എന്ന് കിട്ടും. ഇനി മാർക്ക് ഹോവിംഗ് ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈറ്റ് KM റേസ് ടു a എന്ന് കിട്ടും. ഇതിൽ എയും കെയും എന്ന് പറയുന്നത് മാർക്ക് ഹോവിൻ പാരാമീറ്റേഴ്സ് ആണ്. ഇത് പോളിമേഴ്സിൻ്റെ സോൾവെൻറ്റ് സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ എ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ തീറ്റയാണ് കാണിച്ചിരിക്കുന്നത്, സോൾവെൻറ്റിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചിരിക്കുന്നത്, സോൾവെൻറ്റിൻ്റെ പാതിയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ 0.8 ആണ് എ എന്നുണ്ടെങ്കിൽ അതൊരു നല്ല സോൾവെൻ്റ് ആണെന്നാണ് അർത്ഥം. ഇനി എയുടെ വാല്യൂ 0.5നും 0.8നും ഇടയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്ലെക്സിബിൾ പോളിമേഴ്സ് ആയിരിക്കും. അതുപോലെ 0.8നേക്കാളും വലുതാണെന്നുണ്ടെങ്കിൽ സെമി ഫ്ലെക്സിബിൾ പോളിമേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഓർഡർ നമ്മൾ നോക്കി വെച്ചേക്ക്. MN എന്ന് പറയുന്നത് MV ലെസ് ദാൻ MW MZ ഇങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലർ വെയിറ്റ് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് MN ആണ് കേട്ടോ. MN എന്ന് പറയുന്നത് നമ്പർ ആവറേജ് ഇത് ഈ ഒരു പോയിന്റിൽ വരും. ഈ ഏത് പോയിന്റ് തൊട്ടാണോ നമ്മൾ വിസ്കോസിറ്റി എടുക്കുന്നത് അതിനെയാണ് നമ്മൾ വിസ്കോസിറ്റി ആവറേജ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻ ടു ഫ്ലോ ചെയ്യാനുള്ളൊരു ചാൻസ് വരുന്ന ഏരിയയിലാണ് വിസ്കോസിറ്റി ആവറേജ് വരിക. ഇനി വെയിറ്റ് ആവറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വെയിറ്റ് ആവറേജ് എന്ന് പറയുന്നത് വെയിറ്റ് ഫ്രാക്ഷൻ്റെ പാതിയും മോളിക്കുലർ വെയിറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് വെയിറ്റ് ആവറേജ് കിട്ടുക. വെയിറ്റ് ഹാഫ് പാതി വരുമ്പോഴാണ് വെയിറ്റ് ആവറേജ് കിട്ടുക. ഇനി MZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ തൊട്ടാണോ അത് കോൺസ്റ്റൻ്റ് ആവാൻ തുടങ്ങുന്നത് അവിടെയാണ് MZൻ്റെ വാല്യൂ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള മോളിക്കുലർ വെയിറ്റിൻ്റെ ഡിറ്റർമിനേഷനാണ്. പല രീതിയിൽ മോളിക്കുലർ വെയിറ്റ് ഡിറ്റർമിനേഷൻ ഉണ്ട്. ഈ ഒരു ഫ്ലോ ചാർട്ട് നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ്. മോളിക്കുലർ വെയിറ്റ് ഡിറ്റർമിനേഷൻ ഇത്രയുമായിട്ട് നമുക്ക് പഠിക്കാനില്ല. അൾട്രാ സെൻട്രിഫ്യൂഗേഷനും അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും ഇപ്പം എന്തായാലും ഈ ഒരു ചാപ്റ്ററിലില്ല. നമുക്ക് ബാക്കിയുള്ള ചാപ്റ്ററിലേക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിലിങ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും മോളിക്കുലർ വെയിറ്റ് ഡിറ്റർമിനേഷൻ 3 മെയിൻ സ്റ്റെപ്പുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്പർ മോളിക്കുലർ ആവറേജ് എടുക്കുക, പിന്നെ വിസ്കോസിറ്റി ആവറേജ് മോളിക്കുലർ വെയിറ്റ് എടുക്കുക, പിന്നെ വെയിറ്റ് ആവറേജ് മോളിക്കുലർ വെയിറ്റ് എടുക്കുക. പിന്നെ 3 മെത്തേഡ്സ് ഉണ്ട് മോളിക്കുലർ വെയിറ്റ് ഡിറ്റർമിനേഷന്. ഇനി ഈ നമ്പർ പ്രൈമറി മെത്തേഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു മോളിക്കുലർ വെയിറ്റ് കൃത്യമായിട്ട് കിട്ടും. ഈ മെത്തേഡ്സിലാണ് എൻ ഗ്രൂപ്പ് അനാലിസിസ് വരുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിസിലാണ്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ബേസിസിൽ, അതായത് ലൈറ്റ് സ്കാറ്ററിങ്, അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ ഇതിൻ്റെയൊക്കെ ബേസിസിലാണ്. പക്ഷേ അവിടെ ടൈം കൺസ്യൂമിങ് ആണ്. അതുപോലെ തന്നെ അതിന് ഒരുപാട് പൈസ ചിലവ് ഉണ്ടാകുന്നുണ്ട്. എക്സ്പെൻസീവ് ആയിട്ടുള്ള അപ്പാരറ്റസും അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര പാടായിരിക്കും അതിനെ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ സെക്കൻഡറി മെത്തേഡ് എന്ന് പറയുന്നത് കമ്പാരിസൺ വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ മോളിക്കുലർ വെയിറ്റ് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള പോളിമേഴ്സിൻ്റെ മോളിക്കുലർ വെയിറ്റ് നമുക്ക് കിട്ടുമെങ്കിലും അതിൻ്റെ ഇടയ്ക്കുള്ളൊരു വാല്യൂ ആണ് കിട്ടുക. പക്ഷേ അതെന്ത് ചെയ്യണം, നമ്മൾ റെഫറൻസ് സിസ്റ്റം വെച്ചിട്ട് വേണം നമ്മളത് കണ്ടുപിടിക്കാനായിട്ട്. അതുപോലെ ഒരു പ്രൈമറി മെത്തേഡ് വെച്ചിട്ട് ഒരു പ്രൈമറി മെത്തേഡ് നിന്നുമാണ് സെക്കൻഡറി മെത്തേഡ് കണ്ടുപിടിക്കുക. ഇത് കുറച്ചുകൂടി ഫാസ്റ്റാണ്, സിമ്പിളാണ്, കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. പക്ഷേ അത് ഇത്രയും നമ്മുടെ പ്രൈമറി മെത്തേഡിൻ്റെ അത്രയും ആക്യുറസി കിട്ടത്തില്ല. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ മെത്തേഡിൻ്റെ എക്സാമ്പിളാണ് വിസ്കോമെട്രിയും ജെൽ പെർമിയേഷൻ ക്രോമറ്റോഗ്രാഫിയും ഒക്കെ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ എൻ ഗ്രൂപ്പ് അനാലിസിസിൻ്റെ വാല്യൂസും കാര്യങ്ങളും ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. എൻ ഗ്രൂപ്പ് അനാലിസിസ് വഴി നമുക്ക് മോളാർ മാസ് MN ആയിരിക്കും കിട്ടുക. കോളിഗേറ്റീവ് മെത്തേഡ് വഴിയാണെങ്കിലും MN ആയിരിക്കും കിട്ടുക, അതായത് നമ്പർ ആവറേജ് മോളിക്കുലർ മാസ് ആയിരിക്കും കിട്ടുക. വിസ്കോമെട്രിക് ആണെങ്കിൽ വിസ്കോസിറ്റി ആവറേജ് ആയിരിക്കും മോളിക്കുലർ വെയിറ്റ് കിട്ടുക. ലൈറ്റ് സ്കാറ്ററിംഗ് ആണെങ്കിൽ MW വെയിറ്റ് ആവറേജും, അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ MWയും MZും കിട്ടും കേട്ടോ. ഇത് രണ്ട് അബ്സല്യൂട്ട് മെത്തേഡ്സ് ആണ്. അതുപോലെ കോളിഗേറ്റീവ് മെത്തേഡിൻ്റെത് അബ്സല്യൂട്ട് മെത്തേഡാണ്. എൻ ഗ്രൂപ്പ് അനാലിസിസ് അബ്സല്യൂട്ട് മെത്തേഡ് ആണ്, പക്ഷേ അത് മോളിക്കുലർ മാസ് കുറവായിരിക്കണം. പിന്നെ വിസ്കോമെട്രി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് മെത്തേഡാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള കോളിഗേറ്റീവ് മെത്തേഡ്സ് ആണ്. 3 കോളിഗേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്. 3 അല്ല 4 ഉണ്ട്. 3 കോളിഗേറ്റീവ് മെത്തേഡ് ഇപ്പം നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത് ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് ആണ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുമ്പോൾ ΔTF ആണ് വരിക. ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. RT² ഡിവൈഡഡ് ബൈ റോ ഡെൽറ്റ H ഫ്യൂഷൻ MN പ്ലസ് A²C. ഈ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്ന ഫ്രീസിങ് പോയിന്റിൻ്റെ ആ ഒരു ഡിഫറൻസ് വച്ചിട്ട് എന്ത് കണ്ടുപിടിക്കുക, മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്ന രീതിയാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ ΔTB/C വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. ഇതിൽ ആകെയുള്ള വ്യത്യാസം ഇവിടെ ഫ്യൂഷൻ ആണെങ്കിൽ ഇവിടെ വേപ്പറൈസേഷൻ ആണ് വരുന്നത്. കണ്ടോ,
വേറൊരു വ്യത്യാസം വരുന്നില്ല. ഇനി വേപ്പർ പ്രഷർ ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ, വേപ്പർ പ്രഷർ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ശരിക്കും വരിക. അതിന് പ്രത്യേകിച്ച് നമുക്ക് ഒരു വാല്യൂസും കാര്യങ്ങളൊന്നും കൊടുക്കാനില്ല. ഇവിടെ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് പെർ ഗ്രാം സോൾവെൻറ്റിൻ്റെത് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, അത് കണ്ടുപിടിച്ചതിന് ശേഷം അതുപോലെ തന്നെ മൊളാലിറ്റിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, വേപ്പർ പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഈ ഒരു മെത്തേഡ് നമുക്ക് ഒരു പോളിമേഴ്സിൽ തന്നെ മാസ് 25,000 ബിലോ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ, 25,000 ബിലോ മോളിക്കുലർ മാസ് ഉള്ളവർക്ക് വേപ്പർ പ്രഷർ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്, വേപ്പർ പ്രഷർ ഡിഫറൻസ് വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ 20,000 ബിലോ ആണെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കും. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു ഇത് തന്നിട്ടില്ല, എന്നാലും കുറച്ചുകൂടി ആക്യുറേറ്റ് ആണ്, ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ഫ്രീസിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മോളിക്കുലർ മാസ് ഡിറ്റർമിനേഷൻ്റെ പല പല മെത്തേഡ്സ് ആണ്. നമുക്കറിയാം മാസ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടുന്ന ഡിറ്റർമിനേഷൻ സ്റ്റെപ്സ് ആണ് ഇനി അടുത്ത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ എൻ ഗ്രൂപ്പ് അനാലിസിസിൻ്റെതാണെന്നുണ്ടെങ്കിൽ കെമിക്കൽ മെത്തേഡാണ്. എന്തൊക്കെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ആവറേജ് മോളിക്കുലർ വെയിറ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അത് റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന് അതിൻ്റെ ചെയിനിൻ്റെ അറ്റത്ത് വരുന്ന രീതിയിൽ ഒരു റിയാക്ഷൻ കണ്ടുപിടിക്കും. അതുവഴിയാണ് നമ്മൾ എൻ ഗ്രൂപ്പ് അനാലിസിസ് നടത്തി. കോമൺ എൻ ഗ്രൂപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്തത് കാർബോക്സിലും ഹൈഡ്രോക്സിലും ആൽഡിഹൈഡും അമിനോയും എസ്റ്റർ ഗ്രൂപ്പും ഒക്കെയാണ്. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷണാലിറ്റിയെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇക്വലൻറ്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എൻ ഗ്രൂപ്പ് അനാലിസിസിൻ്റെ തന്നെ ആപ്ലിക്കേഷനും ലിമിറ്റേഷനുമാണ്. ഇപ്പോൾ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമേഴ്സ് ഉണ്ട്. അതായത് പെർട്ടിക്കുലർലി എന്താണ് സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആവറേജ് മോളിക്കുലർ വെയിറ്റ് ഇതിൽ ഡിറ്റർമൈൻ ചെയ്യാം. സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമേഴ്സ് ആയിട്ടുള്ള പോളിസ്റ്റർ, പിന്നെ നൈലോൺ, ഇവർക്കൊക്കെ ആവറേജ് ഡയറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് വഴി, എൻ ഗ്രൂപ്പിൻ്റെ മെഷർമെൻറ്റ് വഴി നമുക്ക് പോളിമറൈസേഷൻ നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ ചെയിൻ എഡിഷൻ പോളിമേഴ്സിലും ഇത് വളരെ വളരെ ആപ്ലിക്കബിൾ ആണ്. ഇനി പോളിമറൈസേഷൻ ഇതിൽ ചെയിൻ ഗ്രോത്ത് അല്ലെങ്കിൽ ചെയിൻ അഡിഷൻ പോളിമേഴ്സിലാണെങ്കിലും നമ്മൾ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോസ് ഓഫ് സ്ട്രോങ് ചെയിൻ ട്രാൻസ്ഫർ ആയിട്ടുള്ള മെർക്യാപ്റ്റൻ അല്ലെങ്കിൽ കാർബൺ ടെട്രാക്ലോറൈഡ് ഒക്കെയാണ് ഇതിൽ വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിൻ്റെ കുറച്ചുകൂടി ആപ്ലിക്കബിൾ ആണ് എൻ ഗ്രൂപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. പോളിമേഴ്സ് പക്ഷേ എന്തായിരിക്കണം, ഈ ഒരു ഇമ്പ്യൂരിറ്റീസ് ഒന്നും അവരിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. മറ്റു ഗ്രൂപ്പ്സ് ഈ ചെയിനിൽ മറ്റു ഗ്രൂപ്പ്സ് ഉണ്ടാവാൻ പാടില്ല. മറ്റു ഗ്രൂപ്പ്സുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റുള്ള ഡിറ്റർമിനേഷനെ ബാധിക്കും. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ബ്രാഞ്ച്ഡ് പോളിമറിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. ബ്രാഞ്ച്ഡ് പോളിമേഴ്സിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി വിസ്കോമെട്രി, ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് വിസ്കോമെട്രി. വിസ്കോമെട്രി എന്ന് പറയുമ്പം വിസ്കോസിറ്റി ആവറേജ് മോളിക്കുലർ വെയിറ്റ് ആണ്. MV ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിസ്കോമെട്രി യൂസ് ചെയ്യുന്നത്. അത് 3 ടൈപ്പിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് റിലേറ്റീവ് വിസ്കോമെട്രി, ഒന്ന് സ്പെസിഫിക് വിസ്കോമെട്രി, പിന്നെ മാർക്ക് ഹോവിംഗ് ഇക്വേഷൻ. റിലേറ്റീവ് വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ സൊല്യൂഷൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, വിസ്കോസിറ്റിയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്യുവർ സോൾവെൻറ്റ് വിസ്കോസിറ്റിക്ക് ഉള്ള റേഷ്യോ ആണ്. η/η0 എന്നായിരിക്കും റിലേറ്റീവ് വിസ്കോസിറ്റി വരിക. ഇനി സ്പെസിഫിക് വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ റിലേറ്റീവ് വിസ്കോസിറ്റിയുടെ ഇൻക്രിമെൻറ്റും അത് എത്രത്തോളം പോളിമേഴ്സിനെ ഡിസോൾവ് ചെയ്യിച്ചിട്ടുണ്ട് എന്നുള്ളതും വെച്ചിട്ടാണ് സ്പെസിഫിക് വിസ്കോസിറ്റി വരുന്നത്. സിമ്പിളാണ്. η(x)നെ നമ്മൾ റിലേറ്റീവ് വിസ്കോസിറ്റിയിൽ നിന്നും 1 മൈനസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ η-η0/η0 ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, സ്പെസിഫിക് വിസ്കോസിറ്റി നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇനി മാർക്ക് ഹോവിംഗ് ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ് ഇൻട്രിൻസിക് വിസ്കോസിറ്റിയെ മോളിക്കുലർ വെയിറ്റ് വെച്ചിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മാർക്ക് ഹോവിംഗ് ഇക്വേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്ക് ഹോവിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. കാരണം മാർക്ക് ഹോവിംഗ് ഇക്വേഷൻ പലയിടത്തും ചോദിക്കാറുണ്ട്. ഈറ്റ എന്ന് പറയുന്നത് K/m⁻⁴ ആണ് മാർക്ക് ഹോവിംഗ് ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പം ഇതിൻ്റെ ഡിറ്റർമിനേഷൻ പ്രോസസ്സുകളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് സൊല്യൂഷൻ നമുക്ക് അറിയാവുന്ന ഒരു കോൺസെൻട്രേഷനിലുള്ള ഒരു സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അതിന് വിസ്കോമീറ്ററിൽ കൂടെ നമുക്ക് ഫ്ലോ ചെയ്യാനായിട്ട് അലോ ചെയ്യുന്നു. അപ്പോൾ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള വിസ്കോസിറ്റിയിൽ, ഇപ്പോൾ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള വിസ്കോസിറ്റിയിലും ഇൻഹറൻ്റ് ആയിട്ടുള്ള വിസ്കോസിറ്റിയിലും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കോൺസെൻട്രേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുന്നു, ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുന്നു. ഇൻട്രിൻസിക് വിസ്കോസിറ്റി ഈറ്റ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു, കോമൺ ആയിട്ടുള്ള ഒരു ഓർഡിനറി
കോർഡിനേറ്റ് ഇൻ്റർസെപ്റ്റിൽ നിന്നുമാണ്. അതായത് ഗ്രാഫ് നമ്മൾ നേരത്തെ വരച്ച ഗ്രാഫ് കണ്ടല്ലോ, ആ ഗ്രാഫിനനുസരിച്ചായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു ബൾക്കായിട്ടായിരിക്കും ഗ്രാഫ് വരിക. ആ ഗ്രാഫിൽ നിന്നായിരിക്കും നമ്മളത് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ഗ്രാഫിൽ നിന്നും എക്സ്ട്രാപൊളേഷൻ വഴി, എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാപൊളേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാഫ് പാതി വഴിക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നതിന് നമ്മൾ എക്സ്ട്രാപൊളേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് മീറ്റ് ചെയ്യിപ്പിക്കുന്നു. മീറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ശരിക്കും ഇൻട്രാൻസിക് വിസ്കോസിറ്റി നമ്മൾ കൃത്യമായിട്ട് എടുക്കുക. ഇതിൽ ലോഗ് ഈറ്റ എന്ന് പറയുന്നത് ലോഗ് കെ പ്ലസ് എ ലോഗ് എമ്മിന് തുല്യമാണ്. ലോഗ് ഈറ്റയെ നമ്മൾ ലോഗ് എമ്മിന് എതിരായിട്ട് വരയ്ക്കുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടുക. അത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിൽ ലോഗ് കെ ആയിരിക്കും ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എ സ്ലോപ്പായിട്ടും ലോഗ് കെ ഇൻ്റർസെപ്റ്റ് ആയിട്ടും ആയിരിക്കും വരിക. ഇൻ്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയിൽ ലോഗ് കെ ആയിരിക്കും ഇൻ്റർസെപ്റ്റ് ആയിട്ട് വരിക. ഇനി അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, മോളിക്കുലാർ വെയിറ്റ് ഡിറ്റർമിനേഷൻ നടത്താനായിട്ട് സാധിക്കും. ടിപ്പിക്കൽ കെയുടെയും എയുടെയും വാല്യൂസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നാച്ചുറൽ റബ്ബറിനാണെങ്കിൽ കെ 5×10⁻²ഉം എ 0.67ഉമാണ്. പോളിസ്റ്റൈറിൻ ബെൻസീനിലെ പോളിസ്റ്റൈറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 1.23×10⁻²ഉം എ എന്ന് പറയുന്നത് 0.72 ആണ്. PMMA ആണെങ്കിൽ അസറ്റോൺ ആണ്. അസറ്റോണിലെ PMMAയിലാണെന്നുണ്ടെങ്കിൽ 0.15×10⁻²ഉം എ എന്ന് പറയുന്നത് 6.70 ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഓസ്മോട്ടിക് പ്രഷർ ഉണ്ട്. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്മോമെട്രിയുടെ മെംബ്രെയിൻ വെച്ചിട്ട് അബ്സല്യൂട്ട് ടെക്നിക്കാണിത്. അതുവഴി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, നമ്പർ ആവറേജ് മോളിക്കുലാർ വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതാണ് ഓസ്മോമെട്രിക് പ്രഷർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ സെമി പെർമിബിൾ ആയിട്ടുള്ളൊരു മെംബ്രെയിന് സോൾവെൻറ്റിനെ എന്ത് ചെയ്യുന്നു, മാറ്റുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു, പോളിമർ സൊല്യൂഷനിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നു. അതുവഴി സോൾവെൻറ്റ് മോളിക്യൂൾ മാത്രം കടത്തിവിടുന്നു. അപ്പോൾ അങ്ങനെ കടത്തിവിടുന്നതിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്യുവർലി ഓസ്മോട്ടിക് ആണ്. അതായത് പ്യുവർ സോൾവെൻറ്റിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഹയർ ആണ് പോളിമർ സൊല്യൂഷനേക്കാളും. അപ്പോൾ എന്ത് ചെയ്യുന്നു, സോൾവെൻറ്റ് കൂടുതൽ എങ്ങോട്ട് പോകാനായിട്ട് ശ്രമിക്കും, പോളിമർ സൊല്യൂഷൻ്റെ സൈഡിലോട്ട് പോകാനായിട്ട് ശ്രമിക്കും. അപ്പം പ്രഷർ അപ്ലൈ ചെയ്യുമ്പം ആ പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിന് തുല്യമാവുന്ന സമയത്ത് സോൾവെൻറ്റിൻ്റെ ഫ്ലോ അങ്ങ് നിൽക്കും. അതാണ് എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ π/c = RT/Mn + A2C + A3C². ഇങ്ങനെ ഈ ഇക്വേഷൻ ഇങ്ങനെ നീണ്ടു പോകും. ഇവിടെ A2 A3 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന വിറിയൽ കോഎഫിഷ്യൻസ് ആണ്. ഇതിനെ നമ്മൾ പോളിമർ സോൾവെൻറ്റ് ഇൻട്രാക്ഷന് വേണ്ടി മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇനി ഓസ്മോമെട്രി ടെക്നിക്സും ആപ്ലിക്കേഷൻസുമാണ്. അതിന് മെംബ്രെയിൻ ഓസ്മോമെട്രി എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉണ്ട്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ മാംഗനീസിനൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് മെംബ്രെയിൻ ഓസ്മോമെട്രി. ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, കോളിഗേറ്റീവ് ഓസ്മോമെട്രിക് അല്ലെങ്കിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതിൽ വേപ്പർ പ്രഷർ ലോവറിങ്ങും ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷനും ലോവറിങ് ഓഫ് എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റും ഓസ്മോട്ടിക് പ്രഷറിനെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് മെംബ്രെയിൻ ഓസ്മോമെട്രി എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാലിബ്രേഷൻ വേണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരച്ച് നമ്മൾ കാലിബ്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. MNന് അബ്സല്യൂട്ട് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് കിട്ടും. ഇത് MN കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ആവറേജ് കണ്ടുപിടിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് മെംബ്രെയിൻ ഓസ്മോമെട്രി എന്ന് പറയുന്നത്. ഇനി വേപ്പർ ഫേസ് ഓസ്മോമെട്രി എന്ന് പറയുമ്പോൾ ഒപ്റ്റിമൽ ആയിട്ടുള്ളത് നമ്മുടെ പോളിമർ സാമ്പിൾസിന് ഒപ്റ്റിമൽ ആയിട്ടുള്ള സാധനമാണ് വേപ്പർ പ്രഷർ ഓസ്മോമെട്രി എന്ന് പറയുന്നത്. പക്ഷേ MN എന്തായിരിക്കണം, 20,000-ന് താഴെ ആയിരിക്കണം. ലിമിറ്റഡ് ആയിരിക്കും ഡിഫ്യൂഷൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതിൽ ചില ഡിഫ്യൂഷൻ നടക്കത്തില്ല. ലോ മോളിക്കുലാർ വെയിറ്റ് ഉള്ള മോളിക്യൂൾസിന് ഈ ഒരു മെംബ്രെയിനിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഫ്യൂഷൻ നടക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് മെംബ്രെയിൻ ഓസ്മോമെട്രിയുടെ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരും. അതിൽ ഹൈ പവർ പെർ ടേംസ് ആയിട്ടുള്ള സീനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയണം. ഇനി ഡേറ്റ അനാലിസിസ് ആണെന്നുണ്ടെങ്കിൽ π/cനെ നമ്മൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറുമായിട്ട് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കാൻ, ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് RT/Mn എന്നായിരിക്കും. സ്ലോപ്പ് നമുക്ക് വിറിയൽ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള AX അല്ലെങ്കിൽ A2 കിട്ടും. മോളിക്കുലാർ വെയിറ്റിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 50,000 തൊട്ട് 2 lakh വരെയാണ്, അല്ലെങ്കിൽ 2 million വരെയാണ്. ഈ ഒരു 2 millionൻ്റെ ഇടയ്ക്ക്, 2 lakh അല്ല കേട്ടോ, 2 million വരെ, ഈ 2 millionൻ്റെ ഇടയ്ക്കുള്ള മോളിക്കുലാർ വെയിറ്റ് ഉള്ളവയ്ക്ക് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഓസ്മോമെട്രി കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. ഇനി ലൈറ്റ് സ്കാറ്ററിംഗ് ഫണ്ടമെൻറ്റൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ലൈറ്റ് സ്കാറ്ററിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് ലൈറ്റ് സ്കാറ്ററിംഗ് മെത്തേഡ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈറ്റ് ബീമിനെ വെച്ചിട്ട് അതിനെ സ്കാറ്റർ ചെയ്യിച്ച് കൊണ്ടാണ് നമ്മൾ ലൈറ്റ് സ്കാറ്ററിംഗ് മെത്തേഡ് ചെയ്യുന്നത്. അതിൽ ഹീറ്റ് കൺവേർഷനും സ്കാറ്ററിങ്ങും കാര്യങ്ങളും ഒക്കെ വരും. ഇതിൽ ഇൻസിഡൻറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് അറിയാലോ, പോളിമർ സാമ്പിളിലേക്ക് ആദ്യം പാസ് ചെയ്ത് പോകുന്ന ലൈറ്റിനാണ് ഇൻസിഡൻറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി I0 ആയിരിക്കും. ഇനി സ്കാറ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ
പോളിമറിൽ കൂടെ പോയതിന് ശേഷം അതിൻ്റെ കോൺസെൻട്രേഷനും പോളറൈസബിലിറ്റിയും അനുസരിച്ച് അതെന്ത് ചെയ്യുന്നു, സ്കാറ്റർ ചെയ്യുന്നു. ആ സ്കാറ്റർ ചെയ്ത ലൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ ഡിറ്റക്ടർ യൂസ് ചെയ്ത് ഡിറ്റക്റ്റ് ചെയ്ത് എടുക്കുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്ന ലൈറ്റ് സ്കാറ്ററിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് പലതരത്തിലുള്ള സ്കാറ്ററിങ് ഉണ്ട്. ഒന്നാണ് റാലേ സ്കാറ്ററിങ്. റാലേ സ്കാറ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്നിക്ക് വഴി ഇലാസ്റ്റിക് ലൈറ്റ് എന്ത് ചെയ്യുന്നു, സ്കാറ്റർ ചെയ്യുന്നു, ഓരോ പോളിമേഴ്സിൽ നിന്നും സ്കാറ്റർ ചെയ്യുന്നു. ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ തീറ്റയാണ്. ആർ തീറ്റ ഈക്വൽ ടു കെ സി ഇൻറ്റു എം ഡബ്ല്യു ഇൻറ്റു പി തീറ്റ സെഡ് ആണ്. ഇവിടെ ആർ തീറ്റ എന്ന് പറയുന്നത് റാലേ സ്കാറ്ററിങ് ആണ്. അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആംഗിളിലുള്ള റാലേ സ്കാറ്ററിങ് ആണ് ആർ തീറ്റ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. കെ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ കോൺസ്റ്റൻ്റ് ആണ്. സി എന്ന് പറയുന്നത് പോളിമർ കോൺസെൻട്രേഷൻ. പി തീറ്റ ഇസഡ് എന്ന് പറയുന്നത് ആവറേജ് പാർട്ടിക്കിൾ സ്കാറ്ററിങ് ഫാക്ടറാണ്. ഇതിൻ്റെ കേപ്പബിലിറ്റീസ് എന്ന് പറയുന്നത് മോളിക്കുലർ വെയിറ്റ് 10⁴ തൊട്ട് 5 × 10⁶ വരെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതേ അതാണ്. വൈഡ് റേഞ്ച് ഓഫ് മെഷറബിൾ മോളിക്കുലർ വെയിറ്റ് നമുക്ക് കണ്ടുപിടിക്കാം അബ്സല്യൂട്ട് മെത്തേഡ് വഴി. ഇത് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആണ്. അതിന് ഡസ്റ്റ് ഫ്രീ സാമ്പിൾസിൻ്റെ ആവശ്യമുണ്ട്. ഹൈ സാമ്പിൾ കോൺസെൻട്രേഷനും ആവശ്യമാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ കമ്പാരിറ്റീവ് സമ്മറിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എൻ ഗ്രൂപ്പ് അനാലിസിസ് ആണെന്നുണ്ടെങ്കിൽ 20K താഴെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ എൻ ഗ്രൂപ്പ് അനാലിസിസ് നടക്കുള്ളൂ. വിസ്കോമെട്രി ആണെങ്കിൽ 5K 10K ഇടയ്ക്ക് വെയിറ്റ് വരണം. ഇനി ഓസ്മോമെട്രി ആണെന്നുണ്ടെങ്കിൽ 50K 2 മില്യണിനും ഇടയ്ക്ക് വരണം. 10K 5 മില്യണിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് സ്കാറ്ററിങ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ടോട്ടലായിട്ട് ഈ ഒരു മോളിക്കുലർ വെയിറ്റ് ഡിറ്റർമിനേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ ഒരു പോളിമർ മോളിക്കുലർ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോർഷൻ തീർന്നിട്ടുണ്ട്. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.